ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ യാത്രയാണ്, ഒരുപാടൊന്നുമില്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ നെടുമങ്ങാട് സൈഡിലേക്ക് പോവാണ്. ഒരു ഫുഡ് ടൂറാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നല്ല ഭക്ഷണങ്ങൾ തേടി വഴിയോര ഭക്ഷണമാണ്. പോകുന്ന വഴിക്കെല്ലാം ഉള്ള ചെറിയ ചെറിയ ഭക്ഷണശാലകൾ, കൊച്ചു തട്ടുകടകൾ, അതൊക്കെ തപ്പി പോവാണ്. ഒരു ഗ്രാമപ്രദേശത്തെത്തിയ പോലെ തോന്നില്ലേ? അപ്പോൾ നെടുമങ്ങാട് നിന്ന് ആര്യനാട് പോകുന്ന വഴിക്കാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ കടയുടെ ഫ്രണ്ട് നിൽക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ തന്നെ ചോദിക്കാം. ഞാനിങ്ങനെ തപ്പി വന്നതാണ്. കൊച്ചാമ അല്ലേ? കൊച്ചാമല എന്നാണ് പറയുന്നത്. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള മോരും വെള്ളം കിട്ടുന്ന കടയാണ്. കുറേ അച്ചാറുകളുണ്ട്. എല്ലാം ഇങ്ങനെ നമുക്ക് പാക്കറ്റിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം അല്ലേ? ഉപ്പിലിട്ടത് ഇങ്ങനെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇതെല്ലാം കൂടി എത്രയോ സാധനങ്ങളിട്ട് കലക്കിയിട്ടാണ് മോര് തരുന്നത് അല്ലേ? 8 ഐറ്റം പിന്നെ അച്ചാറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുമോ? എല്ലാം കൂടി ചേർന്നൊരു മോര്. ഭയങ്കര എക്സലൻറ്റ് ഒരു സംഭവമാണെന്ന് നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷുക്കൂർ എന്നാണ്. ഷുക്കൂർ. പിന്നെ ഇതിൻ്റെ പുറകിലാണോ വീടോ? അങ്ങനെ വീട് അവിടെ തന്നെ. ഇത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഷോപ്പ്. ഇത് റോഡ് സൈഡാണ്, എപ്പോഴും വാഹനങ്ങൾ പോണ വഴിയാണ് അല്ലേ എപ്പോഴും. അതാണ് സംഭവം. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ മോര്. ആദ്യം കുറച്ച് മോര് അടിപൊളിയായിട്ട്, നല്ല തിക്ക് മോരാണ് കേട്ടോ, ഒരുപാട് വെള്ളം പോലത്തെ അല്ല. ഇത് ബീട്രൂട്ട് അച്ചാറ് ഉപ്പിലിട്ടത്, പിന്നെന്താ ക്യാരറ്റ് ഉപ്പിലിട്ടത്, അതിൻ്റെ ആ ഒരു ചാറോട് കൂടിയാണ് ഒഴിക്കുന്നത്. മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഒരു പീസും അതിൻ്റെ ഉപ്പിലിട്ടതും, പിന്നെ ഇഞ്ചിയും പച്ചമുളകും കാന്താരി മുളകും കൂടെ ഉള്ള പേസ്റ്റ്, നാരങ്ങ, ഇത് മാങ്ങ നാരങ്ങ കഴിഞ്ഞു. തണുത്ത് സോഡ വാട്ടറാണോ? അല്ല, നോർമൽ വെള്ളം അല്ലേ? ഓക്കെ, തണുപ്പിച്ച വെള്ളം. അയ്യാ സൂപ്പർ. യെസ്, സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ അതായത് ഇങ്ങനെ പീസസ് നമുക്ക് കഴിക്കാൻ പറ്റും. ആഹാ, അടിപൊളി. എല്ലാ പീസും ഇതെല്ലാം ഉപ്പിലിട്ട സാധനങ്ങളാണ്. മാംഗോ, ക്യാരറ്റ്, ബീട്രൂട്ട്, നെല്ലിക്ക, എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. രക്ഷയില്ല, റോഡ് സൈഡാണ്, ആൾക്കാർ നോക്കിക്കൊണ്ട് പോകും. ഈ കടയെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ് കേട്ടോ. എക്സലൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഗംഭീരം. ഇപ്പോൾ വെറുതെ ഒരു മോര് കുടിക്കുന്ന പോലെ അല്ല, കുറേ സാധനങ്ങൾ കഴിക്കാനും അടിപൊളി. നമ്മളിങ്ങനെ കഴിച്ച് അങ്ങനെയാണ് കഴിക്കുന്നത്, കുടിക്കുന്ന മാത്രമല്ലല്ലോ. ഇറ്റ്സ് ടു ഗുഡ്. രക്ഷയില്ല. അതിൻ്റെ വില പറയട്ടെ, വെറും 20 രൂപ മാത്രം. പേഴ്സ്റ്റല്ലേ 20 റുപ്പീസിനാണ് കൊടുക്കുന്നത്. വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് പോകാം. ഇതൊക്കെ എന്താ വില? ഓരോ പാക്കറ്റ് 20 റുപ്പീസ്. 20 റുപ്പീസ് അല്ല, ഒരേ വില തന്നെ അല്ലേ? ഉപ്പിലിട്ട കാര്യങ്ങൾ അതും വാങ്ങിക്കാം വേണമെങ്കിൽ. കുറച്ച് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. എത്ര നാളായി കട തുടങ്ങിയിട്ട്? 8-9 വർഷമായിട്ടുണ്ട് ഈ ഷോപ്പ്. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം കേട്ടോ, വളരെ പോപ്പുലറാണ്. ഞാൻ വളരെ വൈകിയാണ് എത്തിയത്. എന്തായാലും വളരെ സന്തോഷം. ഇതാണ് മെയിനായിട്ടുള്ള, വേറെ കാര്യങ്ങളൊന്നുമില്ല. സർബത്ത്, നാരങ്ങ നീരും അതുണ്ട് അല്ലേ, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിലാണ് ഇവിടെ ഏറ്റവും ഫേമസ് മോരും വെള്ളം. അപ്പോൾ നമ്മൾ കുറച്ച് അച്ചാറുകൾ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഫുൾ മാങ്ങ, വിളഞ്ഞ മാങ്ങ ഉപ്പിട്ടത്, മുറിച്ചതല്ല, ഫുള്ള് ഉപ്പ് മാങ്ങ പോലെ. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് പാക്ക് ചെയ്യാം. ഇത് കാരയ്ക്ക, അതിന് 2 പാക്കറ്റ് എടുത്തു. ഇതല്ലാതെ ഇത് വിളഞ്ഞ മാങ്ങയാണ് അല്ലേ? ഇതിങ്ങനെ ഉപ്പും മുളകും ഇട്ട് വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഉപ്പും മാങ്ങ പോലെ ഇത് 2 ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ആരും പേടിച്ചിട്ട് പോയി. ഇത് ലബലോലിക്ക, നെല്ലിക്ക, പിന്നെ സാധാരണ മാങ്ങ നീളത്തിനുണ്ട്, ക്യാരറ്റ്. ഇത്ര കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു, അത്ര ഞാൻ എടുക്കുന്നു. ബാക്കി ഇഷ്ടംപോലെ ഉണ്ട്. അരിനെല്ലിക്ക ഞാൻ എടുത്തോ? ഇല്ല അല്ലേ? ഇതും കൂടി ഇരിക്കട്ടെ. ഓക്കെ, എന്തെടുത്താലും 20 അല്ലേ? വെരി ഗുഡ്. മോരിനും 20 ഉള്ളൂ. ഇവിടെ ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. കാര്യം ഇങ്ങനെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയ്ക്കകത്ത് നിന്ന് എന്നെ പുറത്തിറക്കി ഷുക്കൂർ. അദ്ദേഹം യാത്ര പറഞ്ഞു, പോയിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു. ശരി.
അടിപൊളി മോരെല്ലാം കഴിച്ച് ഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സന്തോഷമായി. നമ്മളൊരു എന്താ പറയുക, ഫുഡ് ടൂർ പോലെ ഇറങ്ങിയിരിക്കുകയാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കുറച്ച് നമ്മുടെ സിറ്റി വിട്ടിട്ടുള്ള എക്സ്പ്ലോറിങ് പരിപാടിയാണ്. ഇതുപോലൊരു മോര് ഈ അടുത്ത കാലത്തൊന്നും കുടിച്ചിട്ടില്ല. വരേണ്ട ഒരു സ്ഥലമാണ്. നൈസ്, വെരി നൈസ്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകണു. ഇതൊരു സിപ്പപ്പും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു സർബത്ത് കട. ഓക്കെ, അവിടെ പോയി നോക്കാം. അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. തേടി വന്ന കടയാണ്. ദിസ് ഇസ് AK സ്റ്റോർ. ഒരു ചെറിയ കടയാണ് ഇത്. നെടുമങ്ങാട് പത്താങ്കൽ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് AK സ്റ്റോർ. സിപ്പപ്പ് സർബത്ത് എന്നാണ് ഈ സർബത്തിൻ്റെ പേര്. വളരെ സ്പെഷ്യലാണ്. അതായത് സാധാരണ നമ്മൾ പലതരം സർബത്ത് കുടിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ ഇതിൽ സിപ്പപ്പും കൂടി ചേർത്തുണ്ടാക്കുന്ന സർബത്ത് അത് വളരെ റെയറായിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കൊന്ന് കാണണം, കഴിക്കണം എന്നൊരു ആഗ്രഹത്തിൽ വന്നതാണ്. തുടങ്ങിയാണ്. ചേട്ടൻ്റെ പേര് നജീബ്. ഇദ്ദേഹമാണ്. ഇത് ഓണറാണോ? അച്ഛനാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ കരീം സർ. അദ്ദേഹം മകൻ. ഓക്കെ. കപ്പലണ്ടി. ഓക്കെ. കുതിർത്ത കസ്കസ. അതായത് സ്ട്രോബെറി സിപ്പപ്പ് ഇടുന്നു. ഫ്രോസൺ ആയിട്ടിരിക്കുന്ന ഫ്രീസറിൽ വെച്ച ഗ്രേപ്സ്. കുറച്ച് ഐസ് വാട്ടർ. അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് ഉണ്ട്. ഇത്രയും ഫ്രൂട്ട്സ് ആണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പൈനാപ്പിള്, പപ്പായ, ആപ്പിളുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സ് ഇട്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യും. റെഡി. സർബത്ത് ഇസ് റെഡി. ഇത് സ്ട്രോബെറി സിപ്പപ്പ് സർബത്ത്. പിങ്ക് കളറാണ്. അടിപൊളി. അടിപൊളി, ഗംഭീരം. ഇത് സ്ട്രോബെറി. ഇനി പിസ്ത ഫ്ലേവർ ഉണ്ട്. ഓക്കെ, അത് കൂടെ കുടിക്കണം. ഇവിടെ 2 തരം സിപ്പപ്പ് സർബത്താണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പിസ്ത, ഒന്ന് സ്ട്രോബെറി. അപ്പോൾ സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ഇത് സ്ട്രോബെറി സിപ്പപ്പിൻ്റെ ഒരു പാക്കറ്റും ഫ്രോസൺ ആയിട്ടുള്ള ഗ്രേപ്സ്, കറുത്ത ഗ്രേപ്സ്, പിന്നെ എന്താ ചേർക്കുന്നത്, കപ്പലണ്ടി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, പപ്പായ, പിന്നെ പഴം, പിന്നെ മാമ്പഴമൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. പൈനാപ്പിള്, പപ്പായ, പഴം, ആപ്പിള് ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇതെല്ലാം കൂടിയാണ് അടിച്ചെടുക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ മധുരം അങ്ങനെയൊന്നും ചേർക്കില്ലല്ലോ. പിന്നെ സർബത്തിൻ്റെ ഇത് സർബത്ത് സിറപ്പ് ഒഴിക്കും. ഓക്കെ. പിസ്ത ഫ്ലേവർ, അത് പിസ്ത സിപ്പപ്പ് സർബത്ത്. അതിന് വെള്ള മുന്തിരിങ്ങ അല്ലേ ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സിപ്പപ്പ് ആണെങ്കിൽ പിസ്തയുടെ സിപ്പപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ബാക്കി ഫ്രൂട്ട്സ് ഇത് തന്നെയല്ലേ, സെയിം കട്ട് ഫ്രൂട്ട്സ്. അതും കൂടി ഉണ്ടാക്കുന്ന കാണാം. കപ്പലണ്ടി ഇടുന്നു. കസ്കസാണ് ഇപ്പോൾ ചേർത്തത്. ഇത് പിസ്ത സിപ്പപ്പ്. പച്ച ഗ്രേപ്സ് ഫ്രോസൺ, കുറച്ച് ഐസ് വാട്ടർ, ദ കട്ട് ഫ്രൂട്ട്സ് വിത്ത് എ ലിറ്റിൽ ഗ്രീൻ കളർ. പിസ്ത കളറാണ്. നല്ല ഗ്രീൻ കളറിലെ പിസ്ത സർബത്ത് റെഡി. വാവ്. നല്ല പിസ്ത ഫ്ലേവർ. അടിപൊളി കേട്ടോ. നല്ല ഐഡിയ. ഇത് എത്ര കാലമായി ഈ പരിപാടി? ഇതിപ്പോൾ 5 വർഷമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. ഇത്ര വിപുലമായിട്ടില്ല, ചെറിയ രീതിയിൽ ഒരു 10-15 വർഷം. ഈ കട എത്ര വർഷമായിട്ടുണ്ട്? കട 15 വർഷം കൊണ്ട്. 15 വർഷം. പക്ഷേ ഇത് തുടങ്ങിയിട്ട് 5 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഈ സിപ്പപ്പ് സർബത്ത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഭയങ്കര ഹിറ്റായി. അപ്പോൾ അത്രയും ഫേമസ് ആയതുകൊണ്ടാണ് നമ്മൾ തേടി വന്നിരിക്കുന്നത്. കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ്. സൂപ്പർ. കണ്ടോ, 2 കളേഴ്സ്. അങ്ങനെ അടിപൊളി സർബത്ത് കഴിച്ച്, സിപ്പപ്പ് സർബത്ത് കഴിച്ച് പോടും. അച്ഛനോടും മകനോടും യാത്ര പറയുന്നു. പോയിട്ട് വരട്ടെ. അപ്പോൾ ഇവിടെ രാവിലെ 10 മണി തൊട്ട്, രാവിലെ ഇത് തുറക്കുമല്ലേ? രാവിലെ ഷോപ്പ്, അതെ 6 മണി തൊട്ട് ഷോപ്പ് ഈസ് ഓപ്പൺ. പക്ഷേ 10 മണി തൊട്ടാണ് ഈ സർബത്തൊക്കെ തുടങ്ങുന്നത്. രാത്രി 11 മണി വരെ. ആ സമയത്ത് ഇതിനിടയ്ക്ക് എപ്പോൾ വന്നാലും മതി. പത്താങ്കല്ല്, നെടുമങ്ങാട്. കടയുടെ പേര് AK സ്റ്റോർ. ആണ്. ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച മാത്രം കുറച്ച് നേരം ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. അത് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് അല്ലേ, പള്ളി സമയം. ഓക്കെ, പോയിട്ട് വരാം. താങ്ക് യു. വലിയ അതിൻ്റെ പ്രൈസ് കൂടെ പറയാം. 45 റുപ്പീസ് ഉള്ളി. എനിക്ക് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം.
നാടൻ ഷോപ്പിലാണ് കേട്ടോ, തനി നാടൻ പച്ചക്കറികൾ മാത്രം കിട്ടുന്നത്. നെടുമങ്ങാട് റോഡ് സൈഡിലൊരു ഷോപ്പ് തന്നെ ഞാൻ ഇറക്കുകയാണ്. ഇവർ വേൾഡ് മാർക്കറ്റിൽ നിന്ന് ഇവിടുത്തെ അടുത്തുള്ള വേൾഡ് മാർക്കറ്റ് അല്ലേ, നെടുമങ്ങാട് ഒരു വേൾഡ് മാർക്കറ്റ് ഉണ്ട്. അവിടെ ഇവിടുത്തെ കർഷകർ കൊണ്ട് കൊടുക്കുന്ന വിളയിൽ നിന്നും പച്ചക്കറികൾ അവരുടെ കൃഷി വിഭവങ്ങളാണ്. അത് നിങ്ങൾ ഇവിടുന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവരും അല്ലേ? ഇവിടെ തരും, ഡയറക്റ്റ് തരും. ഈ ഉടങ്കുല്ലി മുളക് എന്ന് പറഞ്ഞാൽ മണമുള്ളതാണ്. അത് 50 രൂപയാണ് ഒരു 100 ഗ്രാം. മണമില്ലാത്ത ഉടങ്കുല്ലിക്ക് 30 രൂപ. പിന്നെ ഇത് നോക്കിയേ, ചേന, കാച്ചിൽ, നാടൻ കാച്ചിൽ, പിന്നെ മധുരക്കിഴങ്ങ്, പലതരം പച്ച ഏത്തക്കൊല, പിന്നെ കപ്പ, മരിച്ചീനി, പയറ്, പാവയ്ക്ക, വാഴക്കൂമ്പ്, ഏത്തവാഴയുടെ ആണോ? നാടൻ ഏത്തവാഴയുടെ കൂമ്പ്, പിന്നെ പടവലങ്ങ നാടനാണ്, കോവയ്ക്ക, പട്ടാള ചുരയ്ക്ക. എന്താ കാര്യം അങ്ങനെ പറയുന്നത്? ഓ, യൂണിഫോമിന്റെ കളർ സ്കീം പോലെ ഡിസൈൻ ഉള്ളത്. ഓക്കെ, പച്ചയിലൊരു ഡിസൈൻ ഉള്ളത്, പട്ടാള ചുരയ്ക്ക. ചെലവ് കൂടി. ഇതൊക്കെ എന്താ വില? ടേസ്റ്റും ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, 1 കിലോ 30 രൂപ. വില കുറവാണ്, 30 റുപ്പീസേ ഉള്ളൂ 1 കിലോയ്ക്ക്. കോവയ്ക്ക, നാടൻ പടവലങ്ങ, അത് പലതരം ഉണ്ട് ഇവിടെ. പിന്നെ ചീരയുണ്ട്. അത് ബാക്കിലേക്ക് നോക്കിയേ, മത്തൻ, നല്ല സൈസ് ഷേപ്പിലെ മത്തൻ. 1 കിലോ മധുരക്കിഴങ്ങ്, പയറ്, മരിച്ചീനി 1 കിലോ, ഒരു കൂമ്പ് വേണം, ഒരു പട്ടാള ചുരയ്ക്ക അതൊരെണ്ണം മേടിക്കാം. അങ്ങനെ നമ്മൾ ബിസ്മി ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാടൻ തട്ടുകട ബിസ്മി. അൽഫാം, മന്തി മുതലായ കാര്യങ്ങളാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇനിയാണ് സജീവമാകുന്നത്, രാത്രിയാണ്. ഇത് ശരിക്കുമുള്ള വഴി എന്ന് പറയുന്നത് തേമ്പാമൂട് വെഞ്ഞാറമൂട് റൂട്ടാണിത്. നമ്മളൊരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത് വെമ്പായം തലയിൽ കുന്ന്. അറിയാം, തലയിൽ കുന്ന് ബഷീർ സാറിന്റെ. ഓ, അതിനടുത്താണ് അല്ലേ? തലയിൽ കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലാണെങ്കിൽ തലയിൽ കുന്ന് ബിസ്മി ഹോട്ടൽ എന്ന് അടിച്ചാൽ കിട്ടും, ഗൂഗിൾ മാപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ അൽഫാം അല്ലേ, ചിക്കൻ. ഇത് എന്ത് അൽഫാമാണിത്? വെജിറ്റബിൾ മസാല ചേർത്ത അൽഫാം, ഒന്നുമില്ല. ഓക്കെ, അജിനോമോട്ടോ ഒന്നും ചേർക്കുന്ന ഇല്ല, ഓയിലില്ല, ഒന്നുമില്ല. അപ്പോൾ ഹെൽത്തി വേർഷനാണ്. അപ്പോൾ അൽഫാം, ഇവിടെ അൽഫാം, മന്തിയുണ്ട്, മന്തി റൈസ്, അൽഫാം. പിന്നെ ഇവിടെ ഷവർമ വലിയ ഫേമസ് ആണ് അല്ലേ? അതായത് 30 രൂപയുടെ ഷവർമ എന്നൊക്കെ പറയുന്നു. 40 ഞാൻ പറഞ്ഞത് 1 വർഷം മുന്നേ ആയിരുന്നു. അതെ അതെ അതെ, എല്ലാത്തിനും വില കൂടിയില്ല. അപ്പോൾ ഇപ്പോൾ ഷവർമയ്ക്ക് 40 റുപ്പീസായി, 30 റുപ്പീസ് ആയിരുന്നു. പക്ഷെ 1 വർഷം മുന്നേ ആയിരുന്നത്, 6 മാസം മുന്നേ 30 ആയിരുന്നു, 30 ആയിരുന്നു. ഇപ്പോഴാണ് 40 ആയി. ഇതിന്റെ ഓണറുടെ പേര് മുഹമ്മദ്. എൻ്റെ പേര് മുഹമ്മദ്. ഓക്കെ, ഈ മേഖലയിലല്ലായിരുന്നു? വിദേശത്തായിരുന്നു, മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു വണ്ടിയുടെ. പിന്നെ എന്തുകൊണ്ട് തോന്നി ഇങ്ങനെ ഒരു ഫുഡ് ഫീൽഡ്? എനിക്ക് ഹിരണ്യയുടെ ഓപ്പറേഷൻ, വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മേഖല മാറ്റി, അങ്ങനെ ഈ റൂട്ടിലോട്ട് വന്നു. ഓക്കെ, ഇത് ഈ റൂട്ടിൽ പുതിയ മുഖമാണ്, അതായത് ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ. എനിവേ, നന്നായി വലിയ പേരെടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ 30 രൂപയുടെ ഷവർമ കിട്ടുന്ന കട എന്നൊക്കെ പറഞ്ഞു, ഇപ്പോൾ 40 ആക്കി. വലിയ സംഭവമാണ് ഈ ഷവർമ. ഇതെല്ലാം അൽഫാമെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഓയിലൊന്നും ഇല്ലാണ്ട്, മായമില്ല. അതെ, കളറൊന്നും ഇല്ല, ഒറ്റ ടൈപ്പ്. പക്ഷേ ജനറലി കൊടുക്കുന്ന ഈ ഒരു ടൈപ്പ് അൽഫാമാണ്, വെജിറ്റബിൾ ഇതൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള. ഇവിടെ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൽഫാം, ചിക്കൻ തോരൻ, ഓക്കെ, പൊറോട്ട, ഒറട്ടിയൊക്കെ ഉണ്ട് അല്ലേ? അത് എത്ര മണി തൊട്ടാണ് കട തുടങ്ങുന്നത്? രാവിലെ നമ്മൾ തുറക്കും, പക്ഷേ രാവിലെ ബിരിയാണിയും ഉച്ചയ്ക്ക് ചാപ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഷവായി ചെയ്യാൻ പോകണം. ഷവായി ചെയ്യാൻ മിഷൻ ഇരുന്ന് ആളെട്ടുണ്ട്. ഷവായിന് വരാൻ പോവാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഈ അറബിക് ഫുഡ് വേണ്ടത്. അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഉച്ചയ്ക്കുള്ള ബിരിയാണി, ചോപ്സ്, മന്തിയുണ്ട്. രാത്രി മന്തി കിട്ടും അല്ലേ? വൈകിട്ടാണ്, 4 മണിക്ക് ശേഷമാണ് അൽഫാം മന്തി. നമ്മൾ ബിസ്മി ഹോട്ടലിൻ്റെ അകത്ത് ഇരിക്കുവാണ് കേട്ടോ. ഇത് ഒരു
എന്താ പറയുക, നല്ലൊരു ക്യൂട്ടായിട്ട് ഷെഡ് പോലെയാണ് രണ്ടെണ്ണം. ഇനി എക്സ്പാൻഷൻ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇന്നലെയൊക്കെ 40-50 അൽഫാമൊക്കെയാണ് പോകുന്നത്. കൂടുതലും പാർസൽ പോകും. കുറേ ആൾക്കാർ ഗ്രൂപ്പായിട്ട് വരും, ഫാമിലി വരും. ഇപ്പോൾ ഫാമിലി വന്നിട്ടുണ്ട് കുറച്ച് പേര്. ഇനിയും ആൾക്കാർ വരും. എത്ര ദൂരെയാണെങ്കിലും നല്ല ഫുഡ് കൊടുത്താൽ ആൾക്കാർ തേടി വരും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിച്ചാൽ ഇവിടെ ഒന്ന് വരാം. ഇത് തലയിൽ എന്നാണ് പറയുന്നത്, തലയിക്കുന്നിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ഗൂഗിൾ മാപ്പിൽ തലയിൽ ബിസ്മി ഹോട്ടൽ എന്നടിച്ചാൽ വരും. വെമ്പായം കഴിഞ്ഞിട്ടുള്ള റൂട്ട് കറക്റ്റ് ഇവിടെ തന്നെ ഗൂഗിൾ മാപ്പ് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇവർക്ക് ഈ അറബിക് ഫുഡാണ് ഈവനിങ് ടൈമിൽ. അൽഫാം, മന്തി മുതലായ കാര്യങ്ങൾ, ഷവർമ. ഇവരെന്തോ യുണീക്കാണ്, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു തരം അൽഫാമാണ് ഇവർ കൊടുക്കുന്നത്. എല്ലായിടത്തും കിട്ടുന്നില്ല, പല പെറി അങ്ങനെ ഓരോ പേരുകൾ മാറിയുള്ളതല്ല. ഇദ്ദേഹം വളരെ ഹെൽത്തി ഒരു വേർഷനാണ് കൊടുക്കുന്നത്. ഉച്ചയ്ക്കും ഭക്ഷണമുണ്ട്, രാവിലെയും ഭക്ഷണമുണ്ട്, ബിരിയാണി മുതലായ കാര്യങ്ങൾ, ചോപ്സ്, ബറോട്ട, അതൊക്കെ ഇപ്പോഴും കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അൽഫാമും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. മന്തി, ഷവർമ. ഇത് മാങ്ങയോ? ഓ അത് ശരി, മാംഗോ ചട്നി. പിന്നെ ഇത് അൽഫാമിൻ്റെ ഷവർമ. ഇത് ഇവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സോസാണ്, മാംഗോ വെച്ചുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. ഇത് മന്തിക്ക് കൊടുക്കുന്നതാണ് സാധാരണ. അങ്ങനെ ടേസ്റ്റ്. ഇതാണ് മന്തി റൈസ്. സാധാരണ കുബൂസ് വരും, ഇവിടെ കുബൂസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഒറട്ടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഒറട്ടി. പിന്നെ അൽഫാം, മന്തി റൈസ്, ഷവർമ സോസ്. യെസ്, ഒരു അൽഫാം എടുക്കുന്നു, കുറച്ച് മന്തി റൈസ്. അവിടെ ഭയങ്കര ബഹളം, അതിൻ്റെ ഒരു വോയിസ് ഡിസ്റ്റർബൻസ് ആയിരിക്കും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്, ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ. മന്തി റൈസ്, അൽഫാം. ഇതിൻ്റെ കൂടെ കഴിക്കുന്ന സോസുകളാണിത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് കിട്ടുന്നത്. ഇവിടുത്തെ ഷവർമയിൽ നിന്ന് തുടങ്ങാം. 40 rupees only. സോഫ്റ്റ് കുബൂസ്, ഗ്രീൻ കളർ ലൈം ജ്യൂസ്, അതിൻ്റെ കൂടെ. ഇതിന് എന്താ പറയുക, അവരുടെ ലൈം ജ്യൂസാണോ അത് മിൻറ്റാണോ? ഓ, കഥ പറഞ്ഞു. ഓക്കെ. ആഹാ, വെരി ടേസ്റ്റി, വെരി ഡിഫറെൻറ്റ്, വെരി ടേസ്റ്റി. നോക്കൂ, അകത്ത് ഒരു ഷവർമയും ഒരു ജ്യൂസും കുടിച്ചാൽ മതിയെന്ന് തോന്നുന്നു. ഇത്രയും ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞു. ഇന്ന് കനത്ത പോളിക്കുന്നു. സർബത്ത്, മോര്, സോ മെനി തിങ്സ്. ഓരോരുത്തരുടെ ഒറട്ടിയും ചിക്കനും എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നു. അത് പാസ് ചെയ്യാം, അത്രയും നടക്കുള്ളൂ. ഓക്കെ. ഇദ്ദേഹം പറയാം ഇടയ്ക്കിടയ്ക്ക് വന്ന് തണുപ്പിക്കരുത്, പെട്ടെന്ന് കഴിക്കും. അടിപൊളി കേട്ടോ, ഗംഭീരം. ലൈമ് കുടിച്ചു, ലൈമും ഗംഭീരം. എന്താ സ്പെഷ്യലോ? മിൻറ്റൊക്കെ ചേർക്കുന്നുണ്ടോ? ഗ്രീൻ കളർ. പുള്ളിയുടെ കൈകളിൽ കൂടെയാണ് മസാലയും എല്ലാം പോകുന്നതെന്നാണ് പറഞ്ഞാൽ. ആർക്കൊന്നും പഠിപ്പിച്ചൊന്നും കൊടുക്കാറില്ല, പുള്ളി തന്നെയാണ് മസാലക്കൂട്ടെല്ലാം തയ്യാറാക്കുന്നത്. അൽഫാമൊക്കെ കഴിക്കുന്നത് ഇങ്ങനെ മയോണീസിലൊക്കെ നോക്കൂ. നോക്കി, വെരി വെരി ടേസ്റ്റി. മന്തി കഴിക്കട്ടെ. ഞാൻ ആക്ച്വലി വലിയ മന്തി ഫാനല്ല, പക്ഷേ ഇത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. മന്തിക്കുള്ള സോസൊക്കെയാണിത്. പച്ചമാങ്ങ വെച്ചിട്ടൊരു സോസും കൂടിയുണ്ട്. റൈസ് നന്നായിരുന്നു. എണ്ണ കുറച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഓയിൽലെസ്, അടിപൊളി. സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. റെസിപ്പി എല്ലാം അദ്ദേഹത്തിന് സ്വന്തം, അങ്ങനെ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. സൂപ്പർ ഷവർമ. ഞാൻ പറയായിരുന്നു, നല്ല ഫുഡ് കൊടുത്താൽ ആൾക്കാർ തേടി വന്നോളും എവിടെയാണെങ്കിലും. സിറ്റിയിൽ നിന്ന് ഒത്തിരി പേര് വരുന്നു അല്ലേ? വിഴിഞ്ഞത്തുമ്പോൾ ആൾക്കാർ വരുന്നുണ്ടോ? ഓ, ഭീമാളിയിലോട്ട് പോകുന്ന സ്ഥലത്ത് അവിടെ വലിയ വെള്ളിയുണ്ടല്ലോ, കള്ളക്കടവോ? ഇന്നലെ പെരുമാറുന്നതാണ്. ആ ഏരിയയിലെല്ലാം ഇതുപോലെ ഒരുപാടുണ്ട്. എന്നിട്ട് ഇവിടെ വരുന്നെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ ആയതുകൊണ്ടായിരിക്കും. വെരി നൈസ്. ഞാൻ ഈ ഏരിയയിൽ തുടങ്ങുന്നത് ഇപ്പം ഞാനാണ്. ഇനി വേറെ ആൾക്കാർ വരും. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കണ്ടു ഓരോന്നത്. ഇപ്പോൾ ഉണ്ടോ വേറെ? ഓ അത് ശരി. ഇവിടെ അപ്പുറത്ത് മെയിൻ ജംഗ്ഷൻ ഉള്ളിൽ ചെയ്യുന്ന ഞാൻ
ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അകത്തോട്ട് വന്നാൽ മതി. എത്ര കിലോമീറ്റർ വരേണ്ടി വരും? 4.5 കിലോമീറ്റർ. തലയിക്കുന്നിൽ തലയിൽ ബിസ്മി ഹോട്ടലിൽ നിന്ന് തന്നെയല്ലേ അടിക്കേണ്ടത്? കുറച്ച് ഉള്ളിലേക്കാണെങ്കിലും എക്സലൻറ്റ് ഫുഡ്. ഇത് കഴിക്കാൻ വേണ്ടി വരണം. വർത്ത് ഇറ്റ്. ഇത് അൽഫാമിന് എങ്ങനെയാണ് വില? ഹാഫിന് 210 അത്രേ ഉള്ളൂ ഒരു ഹാഫ് അൽഫാമിന്. അതാണ് ഒരു ഫുള്ളിന്. അപ്പോൾ 420 രൂപയേ ഉള്ളൂ അൽഫാമിൻ്റെ. പിന്നെ മന്തിക്കൊക്കെ ഒരു പ്ലേറ്റ് ഒരു 700 രൂപയാണ് ഒരു ഫുൾ മന്തി. അത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? 5 പേർക്ക്. ഓക്കെ, അതില്ല. അപ്പോൾ 700 രൂപയ്ക്ക് വാങ്ങുമ്പോൾ എത്ര കിട്ടും? ഒരു ഫുൾ അൽഫാമും ഓക്കെ നിറച്ച് കൊടുക്കും റൈസ്. നിറച്ച് മന്തി റൈസും ഒരു അൽഫാം ഫുള്ള് കൂടി ചേർത്ത് 700 ഉള്ളൂ. കഴിക്കാൻ പറ്റില്ല. അത്ര 5-6 പേർക്ക് സൂപ്പർ കഴിയും. അത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ അതെ, പിള്ളേർ കഴിക്കും. എന്നാലും വെരി ടേസ്റ്റി, വെരി നൈസ്. മാംഗോ ചട്നി വെരി നൈസ്. അങ്ങനെ ഒന്നും നടക്കില്ല. ഇല്ല ഹാഫല്ല ഫുള്ളായി ഇപ്പോൾ. ഇല്ല ഞാൻ പാർസൽ മേടിച്ചു. ഇല്ല കുഴപ്പമില്ല, ഞാൻ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ വെച്ചു. ഓക്കെ, വേണ്ട സാരില്ല ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞു ഇല്ല, പൈസ വാങ്ങിക്കില്ല. ഇല്ല നോ പറ്റില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല, പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മോശമില്ല. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ കൂടുതൽ ഒരുപാട് പേര് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് പാർസലായിട്ട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയുണ്ട്. പിന്നെ എല്ലാവരും വന്ന് കഴിക്കുന്ന സമയമുണ്ട്. ഭയങ്കര തിരക്കാണ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമ്മൾ വന്നപ്പോൾ കുറച്ച് തിരക്ക് കുറവ്, ഇപ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയാണ്, രക്ഷയില്ലാത്ത അൽഫാമും മന്തി, പിന്നെന്താ പറയുക, എല്ലാം പറയാൻ വാക്കുകളില്ല. എന്തായാലും ഇവിടം വരെ വന്നതിൽ വളരെ ഒരു എന്താ പറയുക, വന്നത് വേർത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും അതുകൊണ്ട് എത്ര ദൂരെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ സിറ്റിയുടെ പോലത്തെ വിലയുമല്ല, വിലയും കുറവാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനം കഴിക്കാം, ധൈര്യമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ പോയിട്ട് വരട്ടെ. താങ്ക് യു. ഇനി ഞങ്ങളിവിടെ പെരപ്പങ്ങോട്ടാണ്, നമുക്ക് എപ്പോഴെങ്കിലും വരാം. ഓക്കെ, സോറി പരിപാടിയില്ല. മോശം ഒരു കുഴപ്പമില്ല, നമ്മൾ കഴിച്ചല്ലേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് അടിച്ച് വരികയാണെങ്കിൽ എളുപ്പത്തിന് വരാമല്ലോ. ഓക്കെ, താങ്ക് യു. വിളിച്ചു പറഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ശരി. അപ്പോൾ ഇന്നത്തെ ഫുഡ് ടൂറെല്ലാം കഴിഞ്ഞു, രാത്രിയായി. നമ്മളിന്ന് ഒരുപാട് ഓവറീറ്റിംഗ് ആയിരുന്നു തന്നെ എനിക്ക് തോന്നുന്നു. കുറേ എന്താ പറയുക, നല്ല രസകരമായ സ്പോട്സിലാണ് പോയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കട്ടെ വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ലോഗ്സ്. ലവ് യു.